ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ രണ്ട് നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 ചെറിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഇത് മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൽക്കണ്ടാണ്. 1/4 കപ്പ് കൽക്കണ്ട ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൽക്കണ്ടം കയ്യിലില്ലെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ചില സമയത്ത് നമ്മളിതൊന്ന് അടിച്ചെടുക്കുമ്പം ചില കഷ്ണങ്ങളൊക്കെ അരിയാതെ കിടക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വേസ്റ്റ് ഇനി നമുക്ക് ഒഴിവാക്കാം. അരിച്ചെടുത്ത ജ്യൂസിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ജ്യൂസാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പച്ചമാങ്ങൻ്റെ പൾപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല പുളിയും മധുരം മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ജ്യൂസ് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ എത്ര മാങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു ചൂടിന് ഇത് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് മറ്റൊരു ജ്യൂസ് റെസിപ്പിയും കൂടി കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുറിച്ചെടുത്ത് വെച്ച പച്ചമാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനൊരു പഴുത്ത മാങ്ങയും കൂടി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം പച്ചമാങ്ങൻ്റെയും പഴുത്ത മാങ്ങൻ്റെയും നല്ലൊരു കോമ്പിനേഷൻ ജ്യൂസാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൾപ്പ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചിലപ്പം ചില കഷ്ണങ്ങൾ അരിയാതെ കിടക്കുന്നുണ്ടാവും. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അരിച്ചെടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അരിച്ചെടുക്കാൻ. പൾപ്പ് നല്ല തിക്കായതുകൊണ്ട് കുറച്ച് നല്ല വലിയ ഹോൾസുള്ള അരിപ്പേ തന്നെ വേണം കേട്ടോ അത് അരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ അതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തതുകൊണ്ട് ഇതിൽ വേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇനി നമ്മൾ ഈ മാംഗോ പൾപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇത് കുറച്ച് കട്ടിയിലാണ് ഇപ്പം വേണ്ടിയത്. പിന്നീട് നമുക്കിത് എത്ര ഗ്ലാസ് ജ്യൂസാണോ വേണ്ടി അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുങ്ങനെ വേവിച്ചെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ പൾപ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അധിക നേരം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറുങ്ങനെ ഒന്ന് ബോയിലാക്കി എടുക്കേണ്ടതേ ഉള്ളൂ. ഇതൊന്ന് ചൂടായി കിട്ടുന്നവരെ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോവും. ഇത് ചൂടാകുന്നതിനനുസരിച്ചിട്ട് തന്നെ പൾപ്പ് നന്നായിട്ട് ലൂസായി വരാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അത്രയും വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ അതിവിടെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയാം. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതുപോലെ തന്നെ കുറച്ച് നേരം ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് തണഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ഇവിടെ നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ മാംഗോ പൾപ്പ് ബോട്ടിൽസിലാക്കിയിട്ട് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ മാംഗോ പൾപ്പ് കുറച്ച് കട്ടിയിലിരിക്കുന്നതുകൊണ്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് ശരിക്കും നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങി കുടിക്കൂലേ, അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇത് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ഈ 2 ജ്യൂസ് റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ.